നേരിടേണ്ട അതിശക്തമായ പ്രക്ഷോഭം അതിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങുന്നു എന്നതാണ് പറയുന്നത്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ എത്തും. അതിനുശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു. SIയെ മാറ്റി നിർത്താതെ അതിൽ നടപടിയില്ലാതെ അവിടെ നിന്ന് മാറില്ല എന്ന ഉറച്ച നിലപാടിലാണ് അബിൻ വർക്കി. പരിക്കേറ്റ് ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുന്നു. അതിനുശേഷവും ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആരോപണ വിധേയനായ SI ആണ്. യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്നത് DYFI ഗുണ്ടയെ പോലെ പെരുമാറുന്ന SI മനഃപൂർവ്വം തങ്ങളെ തലയ്ക്ക് നോക്കി തല്ലി എന്നതാണ് ആരോപിക്കുന്നത്. പക്ഷേ SIയുടെ കൈയിലും പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കയ്യാങ്കളിയിൽ പോലീസിനും പരിക്കേറ്റിട്ടുണ്ട്, പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളുണ്ട്. അതേസമയം പോലീസ് തലയ്ക്കുൾപ്പെടെ ലാത്തി കൊണ്ട് മനഃപൂർവ്വം അടിച്ചു എന്ന ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസുകാർ ഉയർത്തുന്നത്. പെൺകുട്ടികൾക്കുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിക്കുന്നു. എന്തായാലും സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള സംഘർഷങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളായി തലസ്ഥാന നഗരം കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ തലസ്ഥാന നഗരം നിശ്ചലമായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കുറെ അധികം നേരമായി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. യുദ്ധക്കളമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. വളഞ്ഞിട്ട് പോലീസ് തല്ലി എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തറയിൽ വീഴാൻ പോകുമ്പോൾ പോലും തല്ലുന്നത് നമുക്ക് കാണാം. എന്തായാലും വളഞ്ഞിട്ട് തല്ലി എന്നത് പറയുന്നു. മനഃപൂർവ്വം സ്കെച്ച് ചെയ്തു തല്ലി എന്നതാണ് അബിൻ വർക്കി ഉപയോഗിച്ച വാക്ക്. ആ രീതിയിൽ ഡിവൈഎഫ്ഐക്കാരെ പോലെ പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകർക്കൊപ്പം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന പോലീസ് SI തങ്ങളെ മർദ്ദിച്ചു എന്നതാണ് അവരുടെ ആരോപണം. അതിൽ നടപടിയെടുക്കാതെ ആശുപത്രിയിലേക്ക് പോകില്ല എന്ന നിലപാടിലാണ് അവർ അവിടെ തുടരുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, മാറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പോലീസ് വളഞ്ഞിട്ട് തല്ലി എന്നതാണ് വീണ്ടും സ്ഥലത്ത് പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പോലീസുമായി വാക്കുതർക്കത്തിലാണ്. M. ലിജു ഉൾപ്പെടെയുള്ളവർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പോലീസ് അവിടെ നിന്ന് മാറിയേ തീരൂ എന്ന നിലപാടെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? സ്വാഭാവികമായി KPCCയുടെ നേതാക്കൾ പ്രവർത്തകരെ ഇവിടുന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ അവരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. മരിയാപുരം ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ഈ പ്രവർത്തകരെ ഇവിടുന്ന് പിന്തിരിപ്പിക്കാനായി എത്തിയത്. പക്ഷേ അവരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ പിന്നീട് വാക്കുതർക്കം ഉടലെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് നേരെ വലിയ തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ചീറിയെടുക്കുകയായിരുന്നു. എന്തായാലും സമര കവാടത്തിന് മുമ്പിൽ പ്രതിഷേധക്കാർ വീണ്ടും പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കുകയാണ്. എന്തായാലും ബോധപൂർവമാണ് തങ്ങളെ ആക്രമിച്ചത്, ഏകപക്ഷീയമായ ചെറുത്തുനിൽപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ അബിൻ വർക്കിയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ K. സുധാകരൻ കൂടി സമര വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവിക